ഇതാണ് അയോധ്യ സരയൂ നദിയിലെ വെള്ളം. ഈ സരയൂ നദി പറയും. ഈ ഹെലിപ്പാഡിലാണ് നമ്മളുടെ എല്ലാ നേതാക്കന്മാരും വന്നത്. ഹെലിപ്പാഡ് ഇതില് സരയൂ നദിയിൽ തന്നെ എത്തി. അപ്പോൾ അയോധ്യയിൽ ഇതാ ഒരു ചെറു ഇന്ത്യ തന്നെ രൂപപ്പെട്ടു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാവരും ഇവിടെയുണ്ട്. പണക്കാർ മുതൽ പാവപ്പെട്ടവർ വരെ, തൊഴിലാളികളും കൃഷിക്കാരും ഉദ്യോഗസ്ഥരും, പ്രധാനമന്ത്രി മുതൽ ജഡ്ജിമാർ മുതൽ പ്രാദേശിക രാഷ്ട്രീയക്കാർ വരെ, വിവിധ മത നേതാക്കൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, സ്വാമിമാരും ഹിന്ദുമത നേതാക്കളും. അങ്ങനെ അയോധ്യയിലെ തെരുവുകളിൽ ഒരു മിനി ഇന്ത്യ തന്നെ രൂപപ്പെട്ടു. ജനുവരി 22 നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായി ജനുവരി 14 മുതൽ നടക്കുന്ന രാമോത്സവത്തിന്റെ ഭാഗമാകാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ നഗരത്തിലുണ്ട്. ഇപ്പോൾ അയോധ്യയിൽ നിന്നും വരുന്ന വിവരങ്ങൾ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഒന്നുമില്ല. അയോധ്യയിൽ വരാം 3 ലക്ഷം ജനങ്ങളെ വരെ ഉൾക്കൊള്ളാൻ ക്ഷേത്ര നഗരിക്ക് കഴിയും. എന്നാൽ വൻ ജനക്കൂട്ടമാകാതിരിക്കാൻ യാത്രകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശം മാത്രമാണുള്ളത്. സൈക്കിൾ ചവിട്ടിയോ ട്രാക്ടറോ കാൽനടയൊക്കെയായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ എത്തുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് നുസ്രത്ത് ജഹാൻ നമ്മോടൊപ്പം ചേരുന്നു. राम आएंगे आएंगे राम आएंगे, मेरी झोपड़ी के बाग आज खुल जाएंगे. राम രാമായണത്തിലെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി കൗസല്യ സുപ്രഭാത എന്നുള്ള ആ കവിത വിളിച്ചു ഉണർത്തിയത് ഇവിടെ നിന്നാണ്. ഈ സരയൂ നദി അത് ഒരുപാട് കഥകൾ നമ്മളെ ഭാരതത്തിൻ്റെ ചരിത്രത്തിന് വേണ്ടി ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പറഞ്ഞിരുന്ന രാമനെ സീതനെയും ശ്രീരാമൻ്റെ പട്ടാഭിഷേകവും ഇന്നിപ്പോൾ ഈ അയോധ്യയുടെ പട്ടാഭിഷേകവും യോഗി ആദിത്യനാഥിൻ്റെ കഥയും പ്രധാനമന്ത്രി മോദിജിൻ്റെ കഥയും എല്ലാം ഇനി ഈ സരയൂ നദി പറയും. ഈ ഹെലിപ്പാഡിലാണ് നമ്മളുടെ എല്ലാ നേതാക്കന്മാരും വന്നത്. ഹെലിപ്പാഡ് ഇതിൽ സരയൂ നദിയിൽ തന്നെ എത്തി. അപ്പോൾ ഭാരതമുള്ളിടത്തോളം കാലം, ഭൂമിയുള്ളിടത്തോളം കാലം സനാതന ധർമ്മവും സരയൂ നദിയും അതുപോലെ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട് അയോധ്യയിൽ വന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാം ആസ്വദിക്കുക. സ്വന്തം നമ്മൾ തന്നെ ഇവിടെ നിന്ന് രാമായണം വായിച്ച് രാമായണത്തിലെ കഥകൾ കേട്ട് എനിക്ക് ഇതെല്ലാം ഞാനും ആ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രാമൻ്റെ ആ കാലഘട്ടത്തിൽ എവിടെയോ നമ്മളുമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം ഒരു പഴയ കാലമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ പിന്നിലേക്ക് ആ കഥയിൽ തന്നെ പോകും. വാൽമീകിയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് അയോധ്യ സരയൂ നദിയിലെ വെള്ളം ഇതിലേക്ക് ഒഴുക്കിയെടുക്കുക. ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടി പുഴയിലിറങ്ങി ആർക്കും ആപത്തുകളൊന്നും വരാതിരിക്കാണ് ഇതിൻ്റെ ഈ വെള്ളം ഇതിലേക്ക് കുറേ കനാലുകൾ പോലെ ആക്കിയിട്ട് തരുന്ന ഒരു ഡെവലപ്മെൻ്റാണ് ഈ കാണുന്നത്. കാട്ടിൽ കടന്നതാണ് അവിടെ കാണുന്നത്. ലൈറ്റ് ഈസ് ഓക്കെ. അപ്പോൾ സരയൂ നദീൻ്റെ അടുത്തേക്ക് ഒന്ന് ക്യാമറ അങ്ങോട്ട്. അതാണ് സരയൂ നദി. സരയൂ നദിയെ കാണുമ്പോൾ നമുക്ക് പലതും നമ്മുടെ കേരളത്തിലെ നദികളെയൊക്കെ ഓർമ്മ വരും.
राम आएंगे आएंगे